വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം ഇന്നുണ്ടായത് SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളി നടേശനെ പുറത്താക്കിയിരിക്കുന്നതാണ്. വെള്ളാപ്പള്ളിയെയും തുഷാറിനെയും MN സോമനെയും അടക്കം ഹൈക്കോടതി അയോഗ്യരാക്കിയിരിക്കുകയാണ്. SNDP ഭരണത്തിന് അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കാനും സർക്കാരിന് നിർദ്ദേശം നൽകി. കഴിഞ്ഞ 30 വർഷക്കാലം SNDP യോഗത്തിന്റെ തലപ്പത്തിരുന്ന് അതിനെ നിയന്ത്രിച്ച് നയിച്ച് മുന്നോട്ട് പോയ വെള്ളാപ്പള്ളി നടേശന് വലിയ തിരിച്ചടിയാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് നേരിട്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളിക്ക് മാത്രമല്ല, മകൻ തുഷാർ വെള്ളാപ്പള്ളിക്കും SNDP യോഗം പ്രസിഡന്റ് ഡോക്ടർ MN സോമനും വലിയ തിരിച്ചടി ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നു. ഈ 3 പേരെയും ഹൈക്കോടതി അയോഗ്യരാക്കിയിരിക്കുകയാണ്. അതായത് കമ്പനി നിയമപ്രകാരമുള്ള ഒരു സംവിധാനമാണ് SNDP യോഗം എന്ന് പറയുന്നത്. അവിടെ കമ്പനി നിയമപ്രകാരം ഡയറക്ടർമാരായി ഇരിക്കാൻ യോഗ്യരല്ല ഈ 3 പേരും എന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. കാരണം ഇവർക്ക് DIN നമ്പർ ഇല്ല എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാദമായി ഹൈക്കോടതിയുടെ മുന്നിലേക്ക് എത്തിയത്. അതാണ് ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നത്. ഇനി സംസ്ഥാന സർക്കാരാണ് ഒരു അഡ്ഹോക് കമ്മിറ്റിയെ വെച്ചുകൊണ്ട് SNDPയുടെ തുടർ ഭരണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. SNDP യും ഭരണസമിതിയുടെ കാലാവധി തീർന്ന പുതിയ തെരഞ്ഞെടുപ്പ് നടത്താതെ വെള്ളാപ്പള്ളി നടേശനും ഭാരവാഹികളും മുന്നോട്ട് പോവുകയായിരുന്നു. കാരണം ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ആർക്കൊക്കെ വോട്ടവകാശം എന്നത് സംബന്ധിച്ച് തർക്കമുണ്ടായിരുന്നു. അതായത് പ്രാതിനിധ്യ വോട്ടവകാശമായിരുന്നു ഇതുവരെ SNDPയിൽ ഉണ്ടായിരുന്നത്. അതേ രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് വെള്ളാപ്പള്ളിയും കൂട്ടരും ആഗ്രഹിക്കുന്നു. മറുപക്ഷം എല്ലാവർക്കും SNDPയിലെ അംഗങ്ങളായ എല്ലാവർക്കും വോട്ടവകാശം വേണമെന്ന നിലപാടുമായി എത്തുന്നു. അങ്ങനെ ആ കേസ് ഹൈക്കോടതിയിലെത്തി. ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് ആ കേസ് പോവുകയാണ്. എന്തായാലും വെള്ളാപ്പള്ളിയുടെ എതിർചേരിയെ സംബന്ധിച്ചിടത്തോളം അവർ 2024 മുതൽ നടത്തുന്ന ഒരു കേസിലാണ് വളരെ നിർണായകമായ വിധി അവർക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ആ കേസിലെ ഒന്നാമത്തെ പേരുകാരൻ പ്രൊഫസർ MK സാനുവാണ്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. SNDP യോഗ നേതൃത്വത്തിൽ വെള്ളാപ്പള്ളിക്കെതിരെ ഏറ്റവും ശക്തമായ നിലപാട് ജീവിച്ചിരുന്ന കാലത്തെല്ലാം സ്വീകരിച്ചിരുന്നയാളാണ് പ്രൊഫസർ MK സാനു. അദ്ദേഹമാണ് ഈ കേസിലെ ഒന്നാമത്തെ ഹർജിക്കാരൻ. കൊച്ചിയിൽ നിന്നും ബിനിൽ, മാതൃഭൂമി ന്യൂസ്.